കൂട്ടുകാരെ അങ്ങനെ അതെ വൈകുന്നേരമായപ്പോൾ ശരണ്യതെ മിറ്റനൊക്കെ അടിച്ച് തൂക്കാൻ തുടങ്ങി. അല്ലേ വിളക്ക് കത്തിക്കാൻ പോയല്ലേ. അപ്പോൾ തൂത്ത് കൊടുക്കുകയാണ്. കൂട്ടുകാരെ അങ്ങനെ വണ്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് മുറ്റത്ത് പറ്റി വരികയായിരുന്നു. അന്നാലാണ് നമ്മുടെ വണ്ടീനെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കിയത്. കൂട്ടുകാരെ ആ വണ്ടി കഴുകി കഴിഞ്ഞപ്പോൾ അടുത്തൊരു വണ്ടി കഴുകാനായിട്ട് പോകുന്നത്. ഇതെന്നാണ് എടുത്തിരിക്കണത്? എന്റെ ദൈവമേ, ഇതൊക്കെ ഇട്ടാണ് കഴുകണത്. എന്റെ ശരണ്യ, ഇത് ഞാൻ കഴുകിയല്ലേ ശരണ്യ. ഇത് എന്തിനാണ് ആവശ്യമില്ലാത്ത? അടുക്കള വേറെ ഒരു പരിപാടി ഇല്ലേ? ഇല്ല, ഇത് അമ്മ ഇല്ല അവിടെ തൂത്തണ്ടിരിക്കുന്നു അല്ലേ? അമ്മ വന്നതിന്റെ ഒരു സൈഡേ കണ്ടുള്ളൂ. കരിമ്പനൊക്കെ പോവുക. ഇതിപ്പോ കൂട്ടുകാരെ ഒന്നിന്റെയും പരസ്യമല്ല കേട്ടാ പറയുന്നത് അല്ലേ? ഒന്ന് ഇട്ടതാ. എവിടെ അമ്മേനെ കാണുന്നില്ല. അമ്മ അതെ അകത്ത് തൂത്തൊക്കെ വരുന്നു. എന്റെ മേത്ത് വെള്ളം ഒഴിക്കരുത്. ഇതേ നമ്മുടെ അച്ഛൻ ദേ വന്നല്ല. അച്ഛൻ കഴുകാനായിട്ട് തയ്യാറായിട്ട് വന്നതാ. അച്ഛനെയും കുളിപ്പിച്ചല്ല. അല്ല അതിന്റെ മേളിൽ ശനിയൊക്കെ എത്തിയല്ല. അച്ഛൻ ഞാൻ കഴുകാന്ന് പറഞ്ഞാ ഇത് ഞാൻ പുറത്തായിട്ട് വരുമ്പോ ഒരാള് മറ്റേ വണ്ടിയില്ലേ, മറ്റേ നമ്മുടെ ഞാൻ ഉപയോഗിക്കണം ആ വണ്ടി കഴുകിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണ് ഞാൻ എന്നാ വീഡിയോ എടുത്തേക്കാന്നോർത്ത് വന്നപ്പോഴാണ്. അല്ല കഴിഞ്ഞ ദിവസം ഞാനാണ് ഇത് മൊത്തം കഴുകിയത്. ഈക്കോ സമ്മതിച്ചിരിക്കുന്നു. എനിക്കിട്ട് വെക്കാവുന്ന പാര എല്ലാം വെച്ചോണ്ടിരിക്കണല്ലേ അച്ഛൻ്റെ അടിക്ക്. ശരണ്യക്കല്ലേ ഈ വണ്ടിയൊക്കെ? എനിക്ക് ഓടിക്കാൻ പറ്റുമെങ്കിൽ പൊന്നുപോലെ എന്ന് വെച്ചാൽ ഇത് റോട്ടിൽ കൂടി ഓടണ്ടേ? അല്ല കഴുകിയെന്നാലും നമ്മൾ റോട്ടിൽ ഇറക്കിയെന്ന അഴുക്ക് പറ്റും വണ്ടിക്ക്. അതിന് ഞാനുണ്ടല്ലേ ഇവിടെ കൊണ്ടുപോകാനും ശരണ്യാന്. എവിടെ? മൂന്നാറാ? പിന്നെന്താ, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. മൂന്നാറില കൊടൈക്കനാൽ എവിടെ വേണമെങ്കിലും നമുക്ക് പോകാം. ബൈക്കല്ല, ആക്റ്റീവ് പോലത്തെ വണ്ടി പോരെ? പിന്നെന്താ. അച്ഛനെ സഹായിക്കാൻ പോവുകയാണ്. അങ്ങനെ അച്ഛൻ എന്തേ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്നു. എന്റെ ക്യാമറയിലും വെള്ളം വീഴരുത്. നമ്മുടെ ടോബി കുരക്കണുണ്ട്, അവനെയും കുളിപ്പിക്കാനായിരിക്കും. കഴുകി തീർന്നാ പോയാണോ? വിളക്ക് കത്തിക്കണ കാരണമാണ്. എന്നാ പോയി നോക്കട്ടെ അമ്മ വിളക്ക് കത്തിക്കണം. കൂട്ടുകാരെ അങ്ങനെ അതെ നമ്മുടെ അമ്മ അതെ നിലവിളക്കൊക്കെ കത്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ
ത്രിസന്ധ്യ നേരമായി. അമ്മ കൂട്ടുകാർക്കൊക്കെ ഒരു ഹായ് കൊടുത്തേ നമ്മുടെ മക്കൾ. ഹായ്. ശരണ്യ അല്ലേ വണ്ടി കഴുകിയിട്ട് ഇപ്പറേ വന്നിട്ട് കണ്ടില്ലല്ലോ ആളെ. ഞാൻ കുളിച്ചിട്ട് വരാവേ. ആ പുറത്ത് പോയി നിന്ന് എണ്ണ വരട്ടിയേ. വണ്ടി കഴുകി ഇട്ടിട്ടുണ്ട്. ഞാൻ പോയി കുളിച്ചിട്ട് അച്ഛൻ കുളിപ്പിച്ച്. അച്ഛൻ കുളിപ്പിച്ചതാ? അച്ഛൻ വെള്ളം കൊണ്ട് ഒഴിച്ച് കുളിപ്പിച്ച് ഇത്തരം കേട്ടോ. എന്നാ കുളിച്ച് സുന്ദരിയായിട്ടൊക്കെ വാ കേട്ടാ. അച്ചക്കുട്ടിയും ഇവിടെ ഉണ്ട് കേട്ടോ. അച്ചക്കുട്ടിയുണ്ട്, കണ്ണനും ഉണ്ട്. കണ്ണപ്പ കണ്ണപ്പനെ കാണിച്ചില്ല ഞാൻ, അതുകൊണ്ടാണ് കേട്ടാ. കൂട്ടുകാരെ അങ്ങനെ അതെ നമ്മുടെ ശരണ്യതേ കുളിച്ചേച്ചും വന്ന് സുന്ദരിയായെന്ന് പറഞ്ഞാൽ വീട്ടിലിടണ തന്നെ ഉടുപ്പാണ് പിന്നെ ഇട്ടിരിക്കുന്നതല്ലേ. അപ്പൊ ഇനി എന്താണ് നമ്മുടെ പരിപാടി? പാത്തിക്കണം. ആ പിന്നെ സീരിയൽ ഉണ്ടെങ്കിൽ കാണണം. സീരിയല് കാണുന്ന? അതെ, ഞാൻ കാണത്തില്ലായിരുന്നു. അമ്മ വിളിച്ചു വരുത്തി ഇപ്പൊ സീരിയല് കാണും. ആഹാ. പിന്നെ വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കണം. ചപ്പാത്തി? പിന്നെ ചപ്പാത്തി കഴിക്കണം. ഇനി ചപ്പാത്തിയുടെ പരിപാടിയാണ് ഇനി ചെയ്യണം. പിന്നെ ചപ്പാത്തി കഴിക്കണം, കടന്നുറങ്ങണം, നേരം വിളിക്കുമ്പോ എണീക്കണം. ഇപ്പൊ കൂട്ടുകാരെ ഞങ്ങളുടെ രാവിലത്തെ വീഡിയോയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുവരെ വൈകുന്നേരത്തെ നമ്മൾ ചെയ്തിട്ടില്ല അല്ലേ? അപ്പൊ കൂട്ടുകാരെ ഇതൊക്കെയാണ് ഞങ്ങളുടെ വൈകുന്നേരത്തെ വീഡിയോ. അപ്പൊ എത്രയുള്ളൂ ഞങ്ങളുടെ വീഡിയോ. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂട്ടാം. അപ്പൊ അടുത്ത വീഡിയോക്ക് വരെ ബൈ.